വിദ്യാർത്ഥിനികളുടെ പീഡന പരാതികൾക്ക് പിന്നാലെ ഒളിവിൽ പോയ സ്വാമി ചൈതന്യാനന്ദയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഗ്രയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് ഡയറക്ടറായിരുന്നു. ആശ്രമത്തിലെ ഡയറക്ടർ 17 വിദ്യാർത്ഥികളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായി പരാതിയിൽ ഡൽഹി വസന്തകുഞ്ചിലെ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി എന്ന പാർത്ഥസാരഥി അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്നുള്ള ചൈതന്യാനന്ദ സരസ്വതി 12 വർഷമായി ആശ്രമത്തിൽ താമസിച്ചു വരികയായിരുന്നുവെന്നും അദ്ദേഹം ഓപ്പറേറ്ററായും കെയർടേക്കറായും സേവനം അനുഷ്ഠിച്ചതായും പോലീസ് പറയുന്നു. സ്ഥാപനത്തിൽ സാമ്പത്തിക പിന്നാക്ക വിഭാഗത്തിൽ സ്കോളർഷിപ്പോടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ ദേശീയ വനിതാ കമ്മീഷനും കേസെടുത്തിരുന്നു. വിദേശ യാത്രകളിലും മറ്റും ഒപ്പം കൂട്ടിയിരുന്ന തങ്ങളെ ചൈതന്യാനന്ദ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകുന്നു. ആക്ഷേപകരമായ ഭാഷയിൽ സംസാരിച്ചു, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, ബലമായ ശരീരത്തിൽ സ്പർശിച്ചു എന്നിങ്ങനെയുള്ള പരാതികളാണ് സ്വാമി ചൈതന്യാനന്ദയ്ക്കെതിരെ ഉയർന്നത്. 50-ലേറെ വിദ്യാർത്ഥികളുടെ ഫോണുകൾ പോലീസ് ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. രാത്രിയിൽ ചൈതന്യാനന്ദയുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് മേൽ വനിതാ ജീവനക്കാർ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയതായും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്നും കുട്ടികൾ മൊഴി നൽകിയിരുന്നു. നാഷണൽ ഡെസ്ക് സിമലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.